UPA സർക്കാരിന്റെ കാലത്ത് US-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ പ്രസ്താവന പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഒന്നാമതായി തന്നെ സ്വന്തം കരുത്തിൽ വിശ്വാസമില്ലാത്ത ഒരു സർക്കാരായിരുന്നു എന്നതാണ്. ഈ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഇപ്പോഴും മറ്റ് രാഷ്ട്രങ്ങളോടും മറ്റ് സൈന്യങ്ങളുടെയും മറ്റ് രാജ്യതലവന്മാരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കളിപ്പാവയാണ് UPA സർക്കാർ എന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തനാക്കുന്നത് അവിടെയാണ് എന്നതും, അതായത് അദ്ദേഹം ആരുടെയും ഒരു നിർദ്ദേശം അതനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്, ആരുടെയും പിന്തുണയും അദ്ദേഹത്തിന് ആവശ്യമില്ല. സ്വന്തം രാജ്യത്തിൻ്റെ കരുത്തിൽ വിശ്വാസമുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് എല്ലായ്പ്പോഴും ഉള്ളത് എന്നത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരു ആശ്വാസവും അഭിമാനവുമാണ്. എന്നാൽ അതില്ലാതെ പോയതാണ് UPA സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ ഗതികെട്ട ഒരു തീരുമാനം അവർക്ക് എടുക്കേണ്ടി വന്നതെന്നതാണ് ഇതിന് പിന്നിലെ വ്യത്യാസമായി അല്ലെങ്കിൽ ഒരു വാസ്തവമായി പറയുന്നത്. അന്ന് US-ന്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിരുന്നു, പാകിസ്ഥാനെ അവർക്ക് ഭയമായിരുന്നു. ഇത് രണ്ടും വേണ്ട എന്ന് വെക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ UPA സർക്കാരിൻ്റെ പതനം തന്നെ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതും അവർക്ക് അതറിയാമായിരുന്നു കാണും എന്നതും മറ്റൊരു വസ്തുതയായി പറയുന്നു. അതുപോലെ തന്നെ ഇതൊന്നുമല്ല, രാജ്യസുരക്ഷ തന്നെയാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം നൽകുന്നത്, രാജ്യത്തിൻ്റെ അഖണ്ഡത തന്നെയാണ് പ്രധാനമെന്ന് ഇവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകുക എന്നത് ഒരു സർക്കാരിൻ്റെ കർത്തവ്യമാണ്. അത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി സർക്കാരാകട്ടെ അദ്ദേഹം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിനും അവിടെ സ്ഥാനമില്ല എന്നത് കൂടിയാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലാണ് ഇതിലൂടെ തന്നെ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് കുടചൂടുന്ന നിലപാട് തന്നെയാണ് എല്ലായ്പ്പോഴും UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിരുന്നു മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം നടത്തിയിരിക്കുന്നത്. 2008 നടന്ന ഭീകര ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിച്ചടിക്കേണ്ട എന്ന തീരുമാനമാണ് കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത്. ഇത്രയും നാണം കെട്ട ഒരു തീരുമാനം എങ്ങനെ എടുക്കാൻ UPA സർക്കാരിന് സാധിച്ചു എന്നതാണ് നാലാകോണിൽ നിന്നും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ എന്തിനായിരുന്നു എന്ന ആവശ്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യവും ഉയർന്നു കേൾക്കുന്നു. ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും കാരണമാണ് UPA സർക്കാരിന് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നതെന്നും അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികാരം ചെയ്യാൻ തോന്നിയിരുന്നുവെന്നും എന്നാൽ അതിനുള്ള നടപടി എടുത്തില്ല എന്നതാണ് പറയുന്നത്. അന്ന് കോൺഗ്രസ് അത്തരമൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇത്തരത്തിൽ ഏറ്റുമുട്ടാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയോ ചെയ്യില്ലായിരുന്നുവെന്നും വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. ഭീകരരുടെ ഉറവിടം പാകിസ്ഥാനിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവരെ വെറുതെ വിട്ടുവെങ്കിൽ കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടി അന്നും വിടുപണി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലൊരു തിരിച്ചടിക്ക് മുതിരാത്തതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത്. അന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ഇരയായവരോട് ഒരു കരുണയോ ദയാദാക്ഷിണ്യമോ കാണിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ അവർ അത്ര കണ്ട് ഭയപ്പെടുകയും അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങളെ തള്ളിക്കളയുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും കാരണമാണ് UPA സർക്കാരിന് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്നതാണ് പി ചിദംബരം പറയുന്നത്. പ്രതികാരം ചെയ്യാൻ മനസ്സിൽ തോന്നിയിരുന്നുവെങ്കിൽ പോലും സർക്കാർ സൈനിക നടപടിക്ക് മുതിർന്നില്ല എന്നും പറയുന്നു. യുദ്ധം തുടങ്ങുന്നത് അന്ന് ഞങ്ങളോട് പറയാൻ ലോകം മുഴുവൻ ഡൽഹിക്ക് ഒഴുകിയെത്തി എന്നും മുൻ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചുമതല ഏറ്റെടുത്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷം അന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കൊണ്ടലീസ റൈസ് ആകട്ടെ എന്നെയും പ്രധാനമന്ത്രിയെയും കാണാനെത്തി, ദയവായി പ്രതികരിക്കുമെന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ തന്നെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തിരിച്ചടി നൽകണമെന്ന് എൻ്റെ മനസ്സിലും തോന്നിയിരുന്നുവെന്ന് ചിദംബരം പറയുന്നു. എന്നാൽ അന്ന് തോന്നിയത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ നമ്മോട് ആ ഒരു ഭീകരത പുറത്തു കാട്ടില്ലായിരുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആക്രമണം നടന്നിട്ടുണ്ടാകുമ്പോൾ പോലും പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ IFS-ൻ്റെയും ഒക്കെ തന്നെ വലിയ സ്വാധീനത്താൽ ഈ സാഹചര്യത്തോട് നമ്മൾ സൈനികമായി തന്നെ പ്രതികരിക്കരുത് എന്ന ആ ഒരു നിഗമനത്തിലാണ് എത്തിയതെന്നും ചിദംബരം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.